അപ്പോഴേ ഇവിടെ ഇപ്പോൾ രാവിലെ 8:30 ആയി. നമ്മുടെ വിൻ്ററിൻ്റെ ഒരു അധിനിവേശം കഴിഞ്ഞു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത്യാവശ്യം തണുപ്പുണ്ട്, നമുക്ക് സഹിക്കാവുന്ന തണുപ്പേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ഒരു ഒഴിവ് ദിനമാണ്. ഇപ്പോൾ ജിനുവിന് സത്യത്തിലുണ്ടല്ലോ ഓഫ് ഡേയ്സ് കിട്ടുന്ന ഇഷ്ടമല്ല. ജിനുവിൻ്റെ ഓഫ് ഡേയ്സ് ഇഷ്ടമാണ്, ഞാനും കൂടെ ഉള്ള ഓഫ് ഡേയ്സിനോട് പുള്ളിക്കാരന് വലിയ താല്പര്യമില്ല. അതിനുള്ള കാര്യം പറയുന്നത് ഞാനിങ്ങനെ ഓരോ പണിയെടുപ്പിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചപ്പോഴേ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും വീട്ടിലുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ലൊട്ടിലൊടുക്ക് പണികളുമായിട്ട് ഇറങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ പണി എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോളേ, നമ്മുടെ സൺഫ്ലവറിൻ്റെ സീഡാണ്. ഞങ്ങൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം പാരീസ് പോയപ്പം അവിടുന്ന് വാങ്ങിച്ചതാണ്. സൺഫ്ലവറിൻ്റെ ഒരു നാല് സീഡേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് നട്ട് വെച്ചിട്ട് അതിൽ നിന്ന് ഉണ്ടായ പൂവിൽ നിന്ന് എടുത്ത സീഡാണ്. കഴിഞ്ഞ വർഷം നട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൂ ഉണങ്ങി എടുത്ത് വെച്ചതാണ്. അപ്പം ക്വാളിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഞാൻ സീഡ് ഒക്കെ പൊട്ടിച്ച് നോക്കിയപ്പം അതിനകത്ത് ഇതുണ്ട്. അപ്പം എൻ്റെ അമ്മേ വർത്താനം പറഞ്ഞുകൊണ്ട് ഇതിപ്പോൾ എൻ്റെ ചായ തിളച്ച് പോയേനെ. എന്നും ഇങ്ങനെയാണ്, ഞാൻ ചായ വെക്കും, തിളച്ച് തൂക്കിപ്പോകും, പിന്നെ സ്റ്റൗ അടക്കം മൊത്തം ഞാൻ കഴുകേണ്ടതായിട്ട് വരും. ഇന്ന് ഭാഗ്യത്തിന് സമയത്ത് എനിക്ക് തിരിഞ്ഞു നോക്കാൻ തോന്നി, അതുകൊണ്ട് തിളച്ചു പോയില്ല. അപ്പം അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത സീഡ്സാണ് കിട്ടിയത്. അപ്പോൾ ഇത് ഇപ്രാവശ്യം നട്ടു വെച്ചേക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കുറേയൊക്കെ ഗാർഡൻ സെറ്റ് ചെയ്തായിരുന്നു. ഞാൻ പുതിന നടുന്ന വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, പുതിനയിലാണ് സ്റ്റാർട്ടിങ്. ഇനിയിപ്പം സൺഫ്ലവർ സീഡ് ഉണ്ട്. സൺഫ്ലവർ മാത്രമല്ല, ഇത് കുറച്ച് പയറിൻ്റെ വിത്താണ്, മമ്മി നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. ഈ വള്ളിപ്പയറാന്നാ പറഞ്ഞത്, വള്ളിപ്പയറോ അങ്ങനത്തെ എന്തോ തരത്തിലുള്ള ഒരു തരം പയർ, അത് നടണം. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ നാട്ടിൽ കൃഷിഭവന് കിട്ടുന്നതാണ്. 2 തരത്തിലുള്ള പയറ്, പിന്നെ ചീരയുടെ വിത്ത്. ഇതെല്ലാം മമ്മി ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. പിടിക്കുമോ എന്നറിയത്തില്ല, എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെല്ലാം നടലാണ് ഇന്നത്തെ മെയിൻ പണി. ആ വിത്തിൻ്റെ എല്ലാം കൂടെ നമ്മൾ അസ്ഡയിൽ നിന്ന് വാങ്ങിച്ച ഇത് കണ്ടോ, മത്തനും വെണ്ടയും തൈയല്ല വിത്തുണ്ട്. എല്ലാം കൂടെ നടാൻ ആക്ച്വലി അത്രയും നടാനുള്ള സ്പേസ് ഇല്ല, പക്ഷേ ഉള്ളത് കൊണ്ട് ഓംലേറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇന്നൊന്ന് നട്ട് വെച്ച് നോക്കാം. സ്പ്രിങ് ഒക്കെ ടൈമിലാണ് ഇവിടെ വിത്തുകളെല്ലാം നട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഒരു സമ്മർ മിഡിലൊക്കെ ആകുമ്പോഴത്തേക്കും കായ്ക്കേണ്ട സാധനങ്ങളെല്ലാം കായ്ക്കും, പൂക്കും. അപ്പം എന്തായാലും അതിനുള്ള പണി തുടങ്ങണം. എനിക്ക് ഇത്രയേ ഒരു സ്പേസേ ഉള്ളൂ. ഈ ഞാൻ ലിസ്റ്റ് കാണിച്ച എല്ലാ പച്ചക്കറികളും കൂടെ നടാൻ വേണ്ടി ഇത്രയും ഒരു സ്പേസേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒപ്പിച്ചെടുക്കണം. ഞാനൊന്ന് നോക്കട്ടെ. ഇത് കുറച്ച് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ അരിയാണ്. ഇത് പിടിക്കുമോ എന്നൊന്നും അറിയത്തില്ല, നമുക്ക് എന്തായാലും ഒന്ന് പാകി വെച്ച് നോക്കാം. ജിനുവേ, ഈ ബക്കറ്റിൽ എനിക്ക് മണ്ണ് നിറച്ച് തരാമോ? ആയിരിക്കുന്നത് അത് മതി. ആ മതി. മണ്ണ് വേണേ. അത് നമുക്ക് ഈ അറക്കപ്പൊടി ഇടാം, അല്ല ഇതിടാം അല്ലേ, തടി. ജിന്നിന് ഏതാ വേണ്ടേ? ഗോർജിയസ് വേണോ ബ്യൂട്ടിഫുൾ വേണോ? രണ്ടും പെണ്ണുങ്ങളുടെ ഗോർജിയസ് കുടിച്ചു. ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം.